കേരളത്തിലെ മാധ്യമങ്ങൾ ചാനൽ റേറ്റിംഗ് കൂട്ടുന്നതിനും വായനക്കാരെ ത്രസിപ്പിക്കുന്നതിനുമായി പൊടിപ്പും തൊങ്ങലും വെച്ച് പ്രചരിപ്പിക്കുന്ന ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കത്തിൻ്റെ ചർച്ചയാണ് സജീവമായിരിക്കുന്നത്. ഈ ചർച്ചകൾ ആ കമ്മീഷൻ മുന്നോട്ട് വെച്ച യഥാർത്ഥ പ്രശ്നങ്ങളിലേക്ക് എത്തുന്നുണ്ടോ എന്നത് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. മലയാള സിനിമാ മേഖലയിൽ സ്ത്രീകൾ പല വിധത്തിലുള്ള ചൂഷണത്തിന് വിധേയമാകുന്നുവെന്ന് കാണിച്ച് സിനിമാ മേഖലയിലെ വനിതകളുടെ കൂട്ടായ്മയായ WCC അടക്കം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ LDF സർക്കാരാണ് 2017 ജൂലൈ 7 ജസ്റ്റിസ് ഹേമ അധ്യക്ഷയായും KB വത്സലകുമാരി, നടി ശാരദ എന്നിവർ അംഗങ്ങളുമായുള്ള കമ്മിറ്റിയെ നിയോഗിച്ചത്. 2019 ഡിസംബർ 31 കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചു. ആ റിപ്പോർട്ട് വിവരാവകാശ നിയമം വഴി ലഭിച്ചതിൻ്റെ പേരിലാണ് നിലവിലെ മാധ്യമ കോലാഹലം. പതിവ് കോൺഗ്രസ് സംഘി സംഘം ആരോപിക്കുന്നത് സർക്കാർ റിപ്പോർട്ട് പൂഴ്ത്തിയെന്നാണ്. മറ്റു ചിലർ പറയുന്നു കയ്യിൽ കിട്ടിയിട്ടും നടപടി ഒന്നും എടുത്തില്ല എന്ന്. ഇവരുടെ എല്ലാം പറച്ചിൽ കുരുടൻ ആനയെ കണ്ടതുപോലെയാണ്. ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നതിനെ സർക്കാർ ഒരു ഘട്ടത്തിൽ പോലും എതിർത്തിട്ടില്ല. മാത്രമല്ല, അതനുസരിച്ച് സിനിമാ മേഖലയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ സംബന്ധിച്ച് സർക്കാർ നടപടികൾ തുടങ്ങുകയും ചെയ്തിരുന്നു. വ്യക്തിഗത പരാമർശങ്ങൾ ഉള്ളതിനാൽ റിപ്പോർട്ട് പുറത്തു വിടരുതെന്ന് ജസ്റ്റിസ് ഹേമ കത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. അതുപോലെ അന്നത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷനും റിപ്പോർട്ട് പുറത്തുവിടുന്നതിനെ എതിർത്തിരുന്നു. വ്യക്തിഗത പരാമർശങ്ങളുള്ള ഭാഗം ഒഴിവാക്കി പുറത്തുവിടാമെന്ന് ഇപ്പോഴത്തെ വിവരാവകാശ കമ്മീഷനും ഹൈക്കോടതിയും ഉത്തരവിട്ടതോടെയാണ് ഇതിപ്പോൾ പുറത്തു വന്നത്. സിനിമാ മേഖലയിൽ നിന്ന് പരാതികൾ വാർത്തകളായും ആരോപണങ്ങളായും ഉയർന്നപ്പോൾ ആ പരാതികൾ ഗൗരവമുള്ളതാണെന്ന് മനസ്സിലാക്കി ഒന്നാം പിണറായി സർക്കാർ എടുത്ത ധീരമായ തീരുമാനമാണ് കാര്യങ്ങൾ പഠിക്കാൻ സർക്കാർ കമ്മിറ്റിയെ നിയോഗിച്ചത്. കാരണം മുൻകാലങ്ങളിലും ഇത്തരം വിഷയങ്ങൾ സംബന്ധിച്ച പരാതികൾ ഉയർന്നിട്ടുണ്ടെങ്കിലും അത് പരിഹരിക്കണമെന്ന് ആത്മാർത്ഥതയോടെ ആഗ്രഹിച്ച് ആരും മുന്നോട്ട് വന്നിരുന്നില്ല. അവിടെയാണ് ഇടതുപക്ഷം വ്യത്യസ്തമായ നിലപാടെടുത്ത് കാര്യങ്ങൾ അന്വേഷിച്ചത്. സ്ത്രീകൾ അനുഭവിക്കുന്ന 17 പ്രശ്നമാണ് അവർ അക്കമിട്ട് നിരത്തിയിട്ടുള്ളത്. അവയ്ക്ക് ആ കമ്മീഷൻ പറഞ്ഞ നടപടികളിലൂടെ പരിഹാരങ്ങൾ കണ്ടെത്തി തുടങ്ങിയിട്ടുണ്ട് ഈ സർക്കാർ. ഇക്കാര്യങ്ങളൊന്നും നിർഭാഗ്യവശാൽ നമ്മുടെ മാപ്രകൾ അറിയുന്നില്ല. പകരം മാധ്യമ ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുന്നത് അതുമായി ബന്ധപ്പെട്ട പൈങ്കിളിക്കഥകളും അനാവശ്യ ചർച്ചകളുമാണ്. കലാപരവും സാംസ്കാരികവുമായ ഔന്നിത്യത്തിനും പൊതുബോധ നിലവാരത്തിനും ബഹുവിധത്തിൽ സംഭാവന നൽകിയിട്ടുള്ള മേഖലയാണ് മലയാള സിനിമ. നാടിനെ ശരിയായ പാതയിൽ മുന്നോട്ട് നയിക്കാൻ പുരോഗമന സ്വഭാവമുള്ള ഒട്ടനവധി നാടകങ്ങൾക്കെന്ന പോലെ സിനിമയ്ക്കും വലിയ സംഭാവന നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. മഹാരഥന്മാരായ കലാപ്രവർത്തകരെ സംഭാവന ചെയ്ത മേഖലയാണിത്. അങ്ങനെയുള്ള മലയാള സിനിമാ മേഖലയാകെ കുഴപ്പത്തിലാണെന്നോ ചൂഷണരംഗമാണെന്നോ ഇത് സംബന്ധിച്ച് പരാതിപ്പെട്ടവർക്കോ പഠിച്ച കമ്മിറ്റിക്കോ അഭിപ്രായമില്ല. അങ്ങനെ ഒരു അഭിപ്രായം സർക്കാരിനുമില്ല. പക്ഷേ ചില പുഴുക്കുത്തുകൾ ഇവിടെയുമുണ്ട്. അതിൻ്റെ സ്വാധീനം കുറച്ചധികവുമാണ്. അത് പരിഹരിക്കപ്പെട്ടു പോകേണ്ട വിധത്തിൽ സിനിമാ രംഗം പ്രൊഫഷണലൈസ് ചെയ്യണമെന്നതാണ് സർക്കാരിൻ്റെ നിലപാട്. സ്ത്രീകളുടെ സുരക്ഷയും ക്ഷേമവും ഉറപ്പുവരുത്തുന്നതിന് കഴിഞ്ഞ സർക്കാരും ഇപ്പോഴത്തെ സർക്കാരും ശക്തമായ നടപടികളാണ് എടുത്തുപോരുന്നത്. ഈ രംഗത്തെ പ്രശ്നങ്ങൾ പഠിക്കണമെന്നാവശ്യപ്പെട്ട വനിതകളടക്കം ആണയിടുന്നതും ഈ സർക്കാരിന് മാത്രമേ വിവേചനങ്ങളും ചൂഷണങ്ങളും ഇല്ലാതാക്കാൻ കഴിയൂ എന്നുമാണ്. ഒക്ടോബറിൽ നടക്കുന്ന സിനിമാ കോൺക്ലേവ് സുപ്രധാന ചുവടുവെപ്പാകും. സിനിമാ രംഗത്തുള്ളവർക്കും പൊതുസമൂഹത്തിനും ഏറെ പ്രത്യാശകരമായ നടപടികളിലേക്കാണ് സർക്കാർ കടന്നിട്ടുള്ളത്. കമ്മിറ്റിയുടെ ശുപാർശകൾ സിനിമാ മേഖലയിലുള്ളവരുടെ കൂടി സഹകരണത്തോടെ നടപ്പാക്കുക എന്നതിനാണ് ഇനി സർക്കാർ പ്രാധാന്യം നൽകുന്നത്.